ലോകം മുഴുവൻ ആകാംക്ഷയോടെ നോക്കിക്കണ്ട ട്രംപ് സെലൻസ്കി യൂറോപ്യൻ നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ച വൈറ്റ് ഹൌസിൽ നടന്നു. ഏവരും പ്രതീക്ഷിച്ചിരുന്ന റഷ്യ യുക്രൈൻ വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള വലിയ പ്രഖ്യാപനങ്ങളൊന്നും കൂടിക്കാഴ്ചയുടെ ഭാഗമായി ഉണ്ടായില്ല. സ്യൂട്ടണിഞ്ഞ് വൈറ്റ് ഹൌസിലെത്തിയ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചു. വെടിനിർത്തൽ അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളൊന്നും തന്നെ കൂടിക്കാഴ്ചയിൽ ഉണ്ടായില്ല എങ്കിലും യുക്രൈന് ഭാവിയിൽ പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. ഇത് സംബന്ധിച്ച ധാരണയിൽ യുഎസും യൂറോപ്യൻ രാജ്യങ്ങളും എത്തി. ചർച്ചകൾ ഫലപ്രദമായാണ് അവസാനിച്ചതെന്ന് ട്രംപ് വ്യക്തമാക്കിയപ്പോൾ സമാധാന ശ്രമങ്ങൾക്ക് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി നന്ദി അറിയിക്കുകയും ചെയ്തു. നേതാക്കളുടെ കൂടിക്കാഴ്ച സമാധാനത്തിലേക്കുള്ള ചുവടുവെപ്പാണെന്ന് യൂറോപ്യൻ നേതാക്കൾ അഭിപ്രായപ്പെട്ടു. യുദ്ധത്തിൽ ഇരു രാജ്യങ്ങളും അനധികൃതമായി കൈവശപ്പെടുത്തിയ ഭൂമി വിട്ടുകൊടുക്കൽ അടക്കമുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി സെലൻസ്കി പുടിൻ നേർക്കുനേർ കൂടിക്കാഴ്ച ഒരുക്കുമെന്ന് ട്രംപ് അറിയിച്ചു. വേദി പിന്നീട് തീരുമാനിക്കും. ശേഷം വെടിനിർത്തലടക്കം ചർച്ച ചെയ്യുന്നതിനായി അമേരിക്ക, റഷ്യ, യുക്രൈൻ ത്രികക്ഷി സമ്മേളനവും നടത്തും. ചർച്ചകൾക്കിടെ 40 മിനിറ്റോളം ട്രംപ് പുടിനുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. എന്നാൽ റഷ്യയെ സമ്മർദ്ദത്തിലാക്കാൻ ആദ്യം വേണ്ടത് വെടിനിർത്തലാണെന്ന് വൈറ്റ് ഹൌസ് യോഗത്തിൽ ജർമ്മനിയും ഫ്രാൻസും ആവശ്യപ്പെട്ടു. യുദ്ധം അവസാനിപ്പിക്കാൻ സെലൻസ്കി സഹായം ആവശ്യപ്പെട്ടപ്പോൾ റഷ്യൻ പ്രസിഡന്റ് പുടിനും സമാധാനം ആഗ്രഹിക്കുന്നതായി ട്രംപ് പറഞ്ഞു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ തലവന്മാരുടെ സാന്നിധ്യം ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ചയ്ക്ക് കൂടുതൽ മാനങ്ങൾ നൽകിയിരിക്കുകയാണ്. വരാൻ പോകുന്ന പുടിൻ സെലൻസ്കി അതിനിർണായക കൂടിക്കാഴ്ചയ്ക്ക് ട്രംപ് വേദിയൊരുക്കുമെന്ന പ്രഖ്യാപനം ലോകം അതീവ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.